ചെറുതായാലും കുഴപ്പമില്ല, നല്ല കിട്ടിയാൽ മതിയല്ലോ. അതാ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഫ്രഷ് സാധനം കണ്ടോ. അപ്പോൾ ഇനി കാശ്മീരും പോണ്ട, വാഗമണും പോണ്ട, മൂന്നാറും പോണ്ട, ഇടുക്കി എവിടെയും പോണ്ട. നല്ല ഫ്രഷ് ഓറഞ്ച് നമ്മുടെ പറമ്പിൽ, ഒരു കീടനാശിനിയും തളിക്കാത്ത നല്ല ഒറിജിനൽ സാധനം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പള്ളിയിൽ നിന്ന് പിന്നെ ഊഹയുടെ ഇറച്ചൊക്കെ കിട്ടി, ബീഫൊക്കെ കഴിക്ക് എല്ലാവരും ഉഷാറായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ചക്കര എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ? കൊള്ളാം. അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പെരുന്നാളും നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ആഘോഷിച്ചു. ഇപ്പോൾ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ പാലക്കാട് നിന്ന് എത്തിയതിന് ശേഷം നമ്മുടെ ആ ഒരു കൃഷിത്തോട്ടം, ഓറഞ്ച് തോട്ടത്തിലോട്ട് നമ്മൾ കയറി വെച്ചേക്കരെ. അതായത് നമ്മുടെ ആ ഒരു ഇപ്പോൾ ഒരു മൺസൂൺ സീസൺ ആണല്ലോ, അപ്പോൾ മഴയൊക്കെ പെയ്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വിളഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയോ സാധനങ്ങൾ കായ്ച്ചിട്ടും പൂത്തിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ നമ്മൾ നോക്കിയിട്ടില്ല. വന്നിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിൽ മാത്രമാണ് കയറിയതും. ഞാനും ചക്കരയും കൂടി കയറിയ കുറച്ച് സാധനങ്ങൾ, ഓറഞ്ചും മാങ്ങ അതൊക്കെ കണ്ടതും എടുത്തതൊക്കെ. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞു, പാലക്കാടായിരുന്നു. നമുക്ക് അങ്ങോട്ട് നടക്കാം. പാലക്കാടായിരുന്നു. അതേപോലെ തന്നെ നമ്മളവിടെ നിന്ന് തിരിച്ച് വിരുന്ന കഴിഞ്ഞെത്തി. ഇവിടുത്തെ വിരുന്ന കഴിഞ്ഞിട്ട് നമ്മളേതായാലും നമ്മുടെ തോട്ടത്തിലോട്ട് കയറിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നല്ല കാടൊക്കെ പിടിച്ചിട്ട് നല്ല വളർന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം, എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ ഒന്ന് കയറി നോക്കാം. നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്താണ് ഇപ്പോഴത്തെ ആ ഒരു രീതി എന്ന്. കേസ് അങ്ങനത്തെ നമ്മുടെ പറമ്പിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. ചെറിയൊരു മാവിൻ്റെ മരമുണ്ട്, മാവ് മരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ കുറച്ച് മാങ്ങ കുറേ ദിവസമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് പറിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ എന്താ ഇത്രയും കാടുന്നു സംഭവം. നമ്മൾ കഴിഞ്ഞ കല്യാണ സമയത്തൊക്കെ ഫുള്ള് വെട്ടി തളിച്ചിട്ടതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കാടായിട്ടുണ്ട്. കാരണം മഴയൊക്കെ പെയ്തപ്പോൾ ഒന്നായിട്ട് കാട് വളർന്ന് നല്ലപോലെ കിടക്കണം. അപ്പോൾ ഇനി ഒന്നുകൂടി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട്. അപ്പോൾ മാങ്ങ പറിക്കാം. എനിക്കൊന്ന് ചിലപ്പോൾ റോട്ടിൽ വീഴും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കിട്ടും, ഇങ്ങോട്ടും പറിച്ചിട്ടാൽ മതി. താഴെ പോയില്ലല്ലോ. അല്ലെങ്കിൽ ഒരാൾ അവിടെ നിന്നോ? പഴുത്തതും പച്ചയൊക്കെ ഉണ്ട്. ഇത് കുറച്ച് പഴുപ്പായ മാങ്ങ കറയിറ്റുന്നുണ്ടാ. ഇത് എന്ത് മാങ്ങയാണ്? ഇത് ഏത് മാങ്ങയാണോപ്പാ? ഇത് വെള്ളംകൊള്ളി മാങ്ങ. ഇവിടെ വെള്ളംകൊള്ളി മാങ്ങയെന്ന് പറയുന്ന സാധനമാണ്. ഒരു കേസ് മൂന്നെണ്ണം വീണ് ഒരു കേസ് അതിലോട്ട്. ഇങ്ങോട്ട് നീ ഒറ്റ പറിയറച്ചാ നേരെ ഇങ്ങ് വീഴും. ഉണ്ടോ? മാങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞു ഉണ്ടല്ലേ. ഇതവിടെ നിൽക്കും പോലെ ആയുധമൊക്കെ ആയിട്ട്. ആയുധം തോട്ടി കാപ്പതൻ്റെ അവിടെ ഉണ്ട്. എവിടെ കിട്ടി? കുറച്ച് മാങ്ങ കിട്ടി. 10-20-25 മാങ്ങകളും കിട്ടി. മതി, സെറ്റാണ്. അച്ചാറിടാം, പിന്നെ വേണമെങ്കിൽ പഴുപ്പിച്ച് കഴിക്കാം. അതെ, എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് പറിച്ചില്ലെന്നുണ്ടെങ്കിലേ റോഡിൽ പോകും, വെറുതെ പോവും. അമ്മക്കും ഇല്ലാതായി പോവും, ആർക്കും ഇല്ലാതായി പോവും. ചക്കരതേ അങ്ങനെ ഒരു വടിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിനാ ഈ വടി എടുത്തത്? സത്യാഗ്രഹത്തിന് പോകാനാണോ? ഇത് എടുത്തെന്തിനാ? ഈ പിന്നെ കാട് തെളിച്ചു പോകാനല്ലേ? നിന്നെക്കാളുണ്ടല്ലോ ഈ സാധനം. ഇതിപ്പോ നീ വടി എടുത്തേക്കല്ല, വടി നിന്നെ എടുത്തിട്ടാ നടക്കുന്നത് കേട്ടോ. ശരി പോരി. ഏത് അതെടുത്തോ? അത് മതിയടി. അത് നിന്നെക്കാട്ടിലല്ലേ നീളം കൂടുതലുള്ളൂ, എന്നെക്കാളും നീളമല്ലല്ലോ. ഇതൊക്കെ എന്ത്? വാ, കമോൺ, വാ 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 വാ, എടുത്തെടുത്ത് ഞാൻ എടുത്തു. നിന്നെക്കാലല്ലേ നീളം കൂടുതലുള്ളൂ, എന്നെക്കാളും എൻ്റെ അടുത്തൊന്നും സാധനം എത്തന്നില്ല. അങ്ങനെ പോകാനുള്ള കാടും അങ്ങനെ പാമ്പോ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഏതായാലും അടിച്ചടിച്ചിങ്ങനെ തൊട്ട് മക്കളെ ഇത് നോക്ക്, ഓറഞ്ചൊക്കെ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നു. അല്ലാ നോക്ക്, ഇവിടെ കൂടെ ഒക്കെ മുഴുവൻ ഓറഞ്ച് വീണ് കിടക്കണേ. നോക്ക്, ആർക്കും വേണ്ടാത്ത പോലെ.
അതിന്റെ ചോട്ടിൽ നോക്കടി, നോക്കാം അവിടെ കൂടെ ഒക്കെ ഓറഞ്ച് ശരിക്കും വീണ് കിടക്കുന്നു. മഴ പെയ്തപ്പോൾ മക്കളെ ഇതൊക്കെ പഴുത്ത് പാകമായിട്ട് എന്ത് ചെയ്ത് നിലത്ത് കൂടി വീണ് പോയിരിക്കണേ. മരത്തിലും മുകളിലോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തപ്പോൾ ഏതായാലും നമ്മുടെ ആ ഗാർഡൻ ഒന്ന് പച്ചപ്പെട്ടു അല്ലേ, ഒന്ന് പച്ചയിട്ടു, നല്ല തളർത്തു. അപ്പോൾ അതാണ് ഓറഞ്ചിന്റെ അവസ്ഥ. പക്ഷെ ഇപ്പോൾ നിലവിൽ പഴുത്തത് മുകളിലോട്ടൊക്കെ 1-2 ഉണ്ട്, അവിടോട്ടൊക്കെ 1-2 കാണുന്നുണ്ട്. പിന്നെ അവിടുത്തെ നമ്മുടെ മരത്തിൽ നോക്കിയൊക്കെ ഇവിടത്തെയൊക്കെ പച്ചയായിട്ടാണ് നിൽക്കുന്നത്. മോനെ സാധനം നോക്ക്, ഇവിടെ ചക്കരയുടെ ഫേവറേറ്റ് സാധനം. ഉടച്ചണി വടിയെടുത്ത് ഇടങ്ങാറല്ല, ഇവിടെ ഇരുന്നോട്ടെ, തിരിച്ചു പോകുമ്പോൾ എടുക്കാം, അതിനുള്ള കാടില്ല. ഇവിടെയൊക്കെ ഓറഞ്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, ഓറഞ്ച് ഉണ്ട്. ആഹാ ചക്കരേ, എനിക്കല്ലേ ചാമ്പയ്ക്ക് ഇഷ്ടമുള്ള ആള്, ഒന്ന് പൊട്ടിച്ചോ. ഉറുമ്പുണ്ടാവും, പുളിറുമുണ്ടാവും. നമുക്ക് മഴയൊക്കെ പെയ്ത് നിൽക്കണോണ്ട് തന്നെ നോക്കാം, കഴുകേണ്ട ആവശ്യം പോലും ഇല്ല ചക്കര. ഇത് നമുക്ക് മഴയൊക്കെ പെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള സാധനം, ഫ്രഷ് സാധനം. ഒന്ന് കടിച്ചു നോക്ക്, എങ്ങനെയുണ്ട് രതീഷ്, എങ്ങനെയുണ്ട്? അടിപൊളി. മധുരം ഉണ്ടോ അടി? കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ആരും പറയരുത് കഴുകാതെ കഴിച്ചതെന്ന്, കാരണം അത്രയും മഴ പെയ്തിട്ടേ ഉള്ളൂ. നോക്കട്ടെ, ഒരു പീസ് എനിക്ക് തന്നിട്ടുണ്ട്. നല്ല മധുരം ഉണ്ട്, കണ്ടില്ലേ? ആരും വെള്ള തുള്ളി പോലും മരത്തിൽ നിന്ന് പോയിട്ടില്ല, കണ്ടോ? മഴ പെയ്തിട്ട് ഒക്കെ നനഞ്ഞിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമുക്കൊന്ന് മുകളിലോട്ടൊക്കെ നോക്കി നോക്കാൻ പോരെ. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ മുകളിലേക്ക് നടക്കുകയാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും, ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തൊന്നും കാട് പിടിച്ചിട്ടോ ചെടി വളർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നല്ലപോലെ പച്ച കിട്ടും, ഒക്കെ പൊന്ത കാടായിട്ട് വളർന്നിരിക്കുകയാണ്. ചക്കരെ റംബുട്ടാൻ കാച്ചിട്ടുണ്ട്. ഇത് റംബുട്ടാൻ സീസണാണ്. റംബുട്ടാൻ പിന്നെ കാച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ പഴിക്കാൻ പാകമായിട്ടില്ല. ഓറഞ്ച് നോക്കൂ. നിങ്ങൾ ആ പച്ചപ്പിൻ്റെ ഇടയിൽ കാണുന്ന ആ ഒരു മഞ്ഞ നിറയില്ലേ, അതൊക്കെ ഓറഞ്ചാണ്. ഏതായാലും ഞാൻ അടുത്ത് പോയി കാണിച്ചില്ല, ആദ്യം വരും റംബുട്ടാൻ കാണാം നമുക്ക്. അപ്പോൾ റംബുട്ടാൻ സീസണായി. ഇതാ നിലത്തേക്ക് മാങ്ങ നടക്കും നോക്കി. റംബുട്ടാൻ സീസണായിട്ടുണ്ട്. റംബുട്ടാൻ ഇവിടെ കാച്ചു തുടങ്ങിയിട്ടുണ്ട് മക്കളെ. പക്ഷെ പഴുത്ത് അത് പൊട്ടിക്കാൻ പാകമായിട്ടില്ല. പക്ഷെ ഇതാണ്ടില്ലേ, റംബുട്ടാൻ കാച്ചിട്ടുണ്ട്, കണ്ടോ ചക്കരെ? പഴുക്കുമ്പോൾ പാകമാകുമ്പോൾ പറിച്ച് തിന്നാം. എവിടെ? ഈ ഒരു ഏരിയ മുഴുവൻ റംബുട്ടാൻ മരങ്ങളാണെടി. നമുക്ക് ഇതിനകത്തൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, ഉഷാറ്. ഇതും റംബുട്ടാനാണ് ഈ നിൽക്കുന്നത്. ഈ ഒരു ഏരിയ മുഴുവൻ റംബുട്ടാൻ മരങ്ങളാണ്, കണ്ടോ? ഒക്കെ സാധനങ്ങൾ നിൽക്കുന്നുണ്ടോ? അപ്പോൾ അത് പറിച്ച് തിന്നാൻ പാകമായിട്ടില്ല. അത് കാച്ചു തുടങ്ങിയിട്ടുള്ളൂ, സീസൺ തുടങ്ങിയിട്ടുള്ളൂ. ഇത് മാവ് തന്നെയാണ്. നമ്മുടെ നാരങ്ങ ഉണ്ട്, നമ്മുടെ നോർമൽ നാരങ്ങ. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കാം. ചിലപ്പോൾ നിലത്തുണ്ടാവും, ചിലപ്പോൾ താഴെ വീണ് കിടക്കുന്നുണ്ട്. അവിടെ കുപ്പി കെട്ടിട്ടേക്കുന്നത് പന്നി ശല്യമുണ്ട് ഇവിടെ. അപ്പോൾ പന്നികൾ വരുന്നേരം എന്ത് ചെയ്യും, ഇതിങ്ങനെ കാറ്റടിക്കുമ്പോൾ ആടിയിട്ട് ശബ്ദം ഉണ്ടാവും. ഇത് അവക്കാഡോ അല്ല, ഇത് വേറെന്തോ. എവിടെ? ഇതോ? ഇത് അവക്കാഡോ അല്ല, ഇത് വേറെന്തോ കായാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല ശരിക്കും. അവക്കാഡോൻ്റെ വേറൊരു സാധനം, മിൽക്ക് ഫ്രൂട്ട് എന്നൊരു സാധനം, നമ്മുടെ ബട്ടർ ഫ്രൂട്ട് എന്നൊരു സാധനം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നാരങ്ങ ഉണ്ട് കേട്ടോ, പഴുത്തത്. പിന്നെ നിലത്ത് വീണ് കിടക്കുകയാണ്. പക്ഷെ അതിൽ കൂടെ കൈ കെട്ടിട്ട് എടുക്കാൻ ഒരു വാങ്ങൂല. കാണിച്ചു തരാം, കണ്ടോ? സാധനം അവിടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്, പക്ഷെ എടുക്കാനൊരു വഴിയില്ല. ഇതൊക്കെ റംബുട്ടാനാണ് മക്കളെ, ഇതൊക്കെ റംബുട്ടാനാണ്. ചുറ്റിന് റംബുട്ടാൻ. ഇനിയിപ്പോൾ സീസൺ ആയതുകൊണ്ട് ഇതിനിപ്പോൾ പഴുക്കുമ്പോഴാണ് ഇത് കാണാൻ രസം. നല്ല ചുവന്ന് തുടുത്തിട്ടില്ല ഈ ഒരു സാധനം, ഇങ്ങനെ നിൽക്കും, നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ കാണുന്നതൊക്കെ റംബുട്ടാനാണ്. ഇതൊക്കെ റംബുട്ടാൻ പച്ചയാണ്. അത് പച്ചയാണ്. തുറന്നോക്ക്, പൊട്ടിച്ചോക്ക്. ആയിട്ടില്ല സാധനം, പാകമായിട്ടില്ല, അതുകൊണ്ടാണ്. കടിച്ചോക്ക്. മോന്റെ ഞാൻ വെറുതെ അറിഞ്ഞില്ലേ, നീ അതെടുത്ത് കടിച്ചോ അതിനിടയ്ക്ക്. പച്ചടി. ഈ മക്കളെ ഇതാ റംബുട്ടാൻ കടിക്കറിഞ്ഞു, അങ്ങനെ കടിച്ചു നോക്കിയിരിക്കുന്നു. പറ്റില്ല, അത് ശരിയാ. ഇപ്പോഴാണ് എങ്ങനെയാണ് പ്രാങ്കുകൾ പണികൾ വരുന്നതെന്ന് പറയാനേ പറ്റില്ല.
ചീവീട് കരയുന്ന നോക്കാൻ ശബ്ദം കണ്ടോ. ഇനി അങ്ങോട്ടേക്കില്ല, ഇവിടെ വരെ ഉള്ളൂ. അത് അവിടെ പുളിമരം ഉണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ കാണിച്ചല്ലേ. പുളിമരം എന്തായാലും പുളിമരം ഒക്കെ തളർത്തിട്ടുണ്ട്, മഴ പെയ്തപ്പോൾ ഒക്കെ തളർത്തിട്ടുണ്ട്. പുളിയില്ല അത് വേറെ ഇങ്ങനെ ഈ ഒരു ബോർഡർ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൂത്താപ്പാൻ്റെ കൃഷിയിടാണ് കേട്ടോ. മൂത്താപ്പയുടെ കൃഷിയിടാണ്. ഒക്കെ ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ചെറുതല്ലേ? ഇത് ചെറുതാണ്. അവിടെ അതിന്റെ മുകളിലായിട്ട് വലിയൊരു പാറയുണ്ട്, നല്ല വലുത്. ഇവിടെ നിന്ന് കാണത്തില്ല, കുറച്ചുകൂടി മുകളിൽ കയറിയാൽ അവിടെ നിന്ന് കാണാം. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ വരി നമുക്ക് താഴെ നിന്ന് നോക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആ ഒരു ഓറഞ്ച് പിന്നെ മരത്തിൻ്റെ ചോട്ടിലാണ്. നമ്മുടെ തോട്ടത്തിലെ ഓറഞ്ച് മരത്തിൻ്റെ ചോട്ടിലാണ്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും, ഈ ഓറഞ്ച് മരങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ നിൽക്കുന്നത് മൂന്നാറോ വയനാടോ ഒന്നുമല്ല, അല്ലെങ്കിൽ തണുപ്പുള്ള പ്രദേശമോ ഒന്നുമല്ല. അതാ താഴെ കാണുന്നത് നമ്മുടെ വീടാണ്. വീടിൻ്റെ നേരെ ബേക്കിലാണ് നമ്മുടെ തോട്ടം. അതിലാണ് നമ്മുടെ ഈ ഓറഞ്ച് മരം നിൽക്കുന്നത്. അപ്പോൾ താഴത്തെ മരത്തിനേക്കാളും അധികം ഈ മരത്തിൽ കാണുന്നുണ്ട്. നിലത്തൊക്കെ ഒരുപാട് വീണ് നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അവിടെ അടുത്ത് പോയി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനൊക്കെ ഒന്നായിട്ട് നല്ല ഇതിൽ ഫുള്ള് നിറച്ച് പഴുത്തിട്ട ഒരു ഓറഞ്ച് നിൽക്കുന്നുണ്ട്. വരി കാണിച്ചു തരാം. ആ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളാ കണ്ട ഓറഞ്ച് മരം. കണ്ടില്ലേ എത്രത്തോളം ഇതിൽ തിങ്ങി നിറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടെന്ന്. കയ്യെത്തും ദൂരത്തൊക്കെ ഏറ്റവും താഴത്ത് നോക്കേ, ഏറ്റവും താഴത്തുനിന്ന് തന്നെ ഈ ഒരു സാധനം നിൽക്കുന്നുണ്ട്, ഓറഞ്ച്. ഓക്കെ, മുകളിലോട്ടൊക്കെ എന്തുമാത്രം സാധനങ്ങൾ നിൽക്കുന്നതെന്ന് ഇനി ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതൊക്കെ ഓറഞ്ചാണ്. എന്തുമാത്രം നിലത്തടി താഴത്തോക്ക് എത്രങ്ങാനും ഓറഞ്ചിയുടെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടെന്ന്. അതാ പോയി വരണം നമുക്ക്. കണ്ടമാനം ഓറഞ്ച് നിലത്ത് തന്നെ വീണ് പോയിട്ടുണ്ട് മക്കളെ. മഴയൊക്കെ പെയ്യുന്നതിന് എന്ത് ചെയ്യും ഒരു സാധനം, പിന്നെ കാറ്റത്തും ഇതിനകത്തൊക്കെ നല്ലപോലെ മരം ശക്തിയായിട്ട് ഇങ്ങനെ കാറ്റ് വരുമ്പോൾ വീണ് പോകുന്നതാണ്. ഇതും അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഓറഞ്ച് മരമാണ്. ഇതിൽ പക്ഷെ കുറവാണ്, ഇതിൽ കൂടുതലാണ്. ഓറഞ്ച് കുറച്ച് നോക്കാം ചക്കര. ഇതൊക്കെ നിൽക്കുന്ന നല്ല ഓറഞ്ച് പറിക്കുക, വെള്ളത്തിൽ വീഴുന്ന മഴ ചെയ്തിട്ട് നല്ലൊരു പഴുത്ത നോക്കി പറിച്ചു നോക്കാം അല്ലേ. ഇതാ മുകളിലുണ്ട്, ഇതാ അവിടേക്ക്, അവിടെ ഇവിടുന്ന് നോക്കിപ്പോയി അത് കണ്ടോ. ഇപ്പുറത്തുണ്ട് ഇതാ അങ്ങോട്ടൊക്കെ നോക്കിയ കയ്യില് നല്ല ഓറഞ്ചായിട്ട് നിക്കണേ. ഞാൻ കാണിച്ചു കൊടുക്കാം നോക്കട്ടെ. കണ്ടോ എത്രമാനം ഓറഞ്ചുള്ളെന്ന്. പിടിച്ച ഞാൻ പൊട്ടിച്ചേർന്ന് നോക്കി. നല്ല ഓറഞ്ച് നോക്കിട്ടോ, നല്ല കളറായത്. നോക്കി പറിക്കല്ലേ. അതൊന്നും ആയിട്ടില്ല. അതാ അപ്പുറത്തെ സൈഡിൽ കായ്ക്കണോ. എവിടെ? അതാ കാക്കു പിടിച്ചതന്നെ അതിന്റെ അപ്പുറത്ത്. ഇതാ അങ്ങട് അതിലോ? അതിലൊക്കെ അയക്കണല്ലോ. ചെറുതായാലും കുഴപ്പമില്ല, നല്ല കിട്ടിയാ മതിയല്ലോ. അതാ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. തോല് വിളിച്ചോക്കട്ടെ. കുഞ്ഞ് ഓറഞ്ചുകളാണ്. കുഞ്ഞ് ഓറഞ്ചാണ്. അതിന്റെ കുഞ്ഞ് അതാ ഇത് പറക്കുന്ന നോക്ക്. അതിൻ്റെ ഇത് ചെറിയ പീസാണ്. ഓക്കെ, ചെറിയ ഐസ് വെച്ചോട്ടെ. മധുരവും പുളിയുണ്ട്. കഴിച്ചോക്ക്. ഫ്രഷ് സാധനം കണ്ടോ. കഴിച്ചത് എങ്ങനെയുണ്ട്? മധുരണ്ടോ? മധുരം പുളിയല്ലേ. മധുരം പുളിയുണ്ടല്ലേ. ഒന്നുകൂടി പറിച്ചു നോക്കാം, ഒരു ചെറുതുകൂടി പറിച്ചു നോക്കാം. ചെറുതേ ഉള്ളൂ ഇതിൽ, പഴുത്തതൊക്കെ ഒന്ന് പറിച്ചു നോക്കാം. അപ്പോൾ ഇതാ ഒന്നുകൂടി പറിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇല മണം നോക്കിയൊക്കെ ഓറഞ്ചിൻ്റെ മണം ഉണ്ടല്ലേ. അപ്പോൾ ഒന്നുകൂടി പൊട്ടിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി പഴുക്കാണ്ടത്. അപ്പോൾ ഇതുകൂടി നമുക്ക് പൊളിച്ചു നോക്കാം. ഇതൊക്കെ ആ സ്പ്രേ തളിക്കുമ്പോൾ പോലെ പറക്കുന്നൊക്കെ അതിൻ്റെ ആ ഒരു നീര്. ഇത് കുറച്ച് വലുതാണ്, കണ്ണിലിറ്റിക്കട്ടെ ഇങ്ങനെ നല്ല രസമാവും. ഇതൊക്കെ ഇത് കറക്റ്റ് നമ്മുടെ ഓറഞ്ച് ആയിട്ടോ. ഫ്രഷ് ഓറഞ്ച് മരത്തുനിന്ന് പറിച്ച് തിന്നണ ഒരു സുഖം. കഴിച്ചോട്ടെ. മധുരം കുരു തുപ്പട്ടെ. മധുരാണ് ടൊക്കെ തൊള്ള കിട്ടോ. മതി കഴിച്ചോക്കെ. എങ്ങനെ പുറത്ത് നോക്കുന്ന അതേ സാധനമല്ലേ. അപ്പോൾ ഇനി കാശ്മീരും പോണ്ട, വാഗമണും പോണ്ട, മൂന്നാറും പോണ്ട, ഇടുക്കി എവിടെയും പോണ്ട. നല്ല ഫ്രഷ് ഓറഞ്ച് നമ്മുടെ പറമ്പിൽ, ഒരു കീടനാശിനിയും തളിക്കാത്ത നല്ല ഒറിജിനൽ സാധനം.
ഒറിജിനൽ സാധനം ഇവിടെ ഉണ്ട്. എങ്ങനെ ഉഷാറാ? അടിപൊളി. മധുരം നമ്മുടെ സാധാ ഓറഞ്ച് തന്നെയാണ് കേട്ടോ. ഉണ്ട് അതിൻ്റെ ആ ഒരു കുരു, ആ ഒരു വിത്താണിത്. ഇവിടെ ഇടട്ടെ, അവിടെ പൊടിച്ചോട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ അന്ന് നമ്മൾ ഇങ്ങോട്ടൊക്കെ കയറിയപ്പോൾ ഓറഞ്ച് കഴിക്കാൻ പറ്റിയില്ലല്ലേ? ഇന്നിപ്പോൾ ഓറഞ്ച് കഴിച്ചില്ലേ? നല്ല ലൈവായിട്ട് ഫ്രഷ് ഓറഞ്ച് പറിച്ച് കഴിച്ചില്ലേ? അടിപൊളി. അപ്പം ഇനി താഴേക്ക് പോവല്ലേ? ബാക്കി ഇനി അങ്ങോട്ടൊക്കെ ഒരുപാട് കാണാനുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്കിനി ഒരു ദിവസം പോയി നോക്കാം. നമുക്കിനി താഴേക്ക് ഇറങ്ങാം. എന്തായാലും ചോറടിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് അവസ്ഥ നോക്കാൻ കയറിയതാണ്. അപ്പോൾ ഇതാണ് നിലവിലെ കണ്ടീഷൻ. അങ്ങനെ ഇവിടെ നമ്മൾ ലൈവ് ഓറഞ്ചൊക്കെ പറിച്ച് കഴിച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മൾ പറിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഇലയും ഞെട്ടടക്കം പിന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഏതായാലും അടിപൊളി. ഇനി നേരെ വീട്ടിലോട്ട് പോവാം ഇതും കൊണ്ട്. ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നല്ല മണം. ആ ഇലയും അതിൻ്റെ ആ ഒരു പിന്നെ ആ ഒരു കറയുടെ മണമാണെന്ന് തോന്നുന്നു. ശരിക്കും ആ ഒരു ഓറഞ്ചിൻ്റെ കറക്റ്റ് മണമുണ്ട്. അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു അവക്കാഡോ പോലത്തെ ഒരു ഫ്രൂട്ട്, ഒരു ബട്ടർ ഫ്രൂട്ട് എന്നതിൻ്റെ പേര്. നല്ല ഹൈറ്റിൽ വളർന്നിട്ടുണ്ട് സാധനം. അപ്പോൾ ഇതാണ് സാധനം. ഇതിനകത്ത് കായൊന്നും കാണുന്നില്ല, ഇടയ്ക്കൊക്കെ കായ വരലുണ്ട്. ശരിക്കും അവക്കാഡോ പോലെ തന്നെ ഒരു ഫ്രൂട്ടാണ്, ഒരു പഴമാണത്. നമ്മുടെ വീടിൻ്റെ നേരെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഈ നിൽക്കുന്നത് ചതുരപ്പുളി. ഇതും വലിയ പുളിയാണ്, നല്ല സ്റ്റാർ പുളി, ചതുരപ്പുളി എന്നൊക്കെ പേരുള്ള ഒരു ടൈപ്പ് പുളിയാണ് ഇവിടെ കാണുന്നത്. കണ്ട് നിലത്ത് വീഴുന്നതാണ്. മഴയായപ്പോൾ ഒക്കെ നിലത്ത് വീണ് പോയിട്ടുണ്ട്. ഇതൊക്കെ നല്ല പഴുത്തതാണ്, കണ്ടില്ലേ? പഴുത്തതാണ്. ഇവിടൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഇട്ടേക്ക് നന്നായിട്ട് മഴ പെയ്തപ്പോൾ പച്ചതും പഴുത്തതൊക്കെ ആയിട്ട് വീണ് കിടക്കുകയാണ് സാധനം. അങ്ങനെ എന്ന് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ ഇപ്പോൾ ഉള്ള അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഏതായാലും കവർ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നമ്മൾ അടുത്തുള്ളതൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടേ ഉള്ളൂ. ഇനിയും മുകളിലോട്ട് പോയാൽ ഇനിയും കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് കണിക്കൊന്നയും പൂക്കളും സപ്പോട്ടയും അങ്ങനെ ഒരുപാട് കൃഷികളും ചെടികളൊക്കെ ഇനിയും മുകളിലോട്ടുണ്ട്. അപ്പോൾ ഏതായാലും ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചെന്താണേ. അങ്ങനെ പിന്നെ ഓറഞ്ചൊക്കെ കഴിച്ചില്ലേ? ആ കൊതു കടിച്ചു നോക്ക്. എനിക്കൊരു പൊട്ട് കിട്ടി. കൊതു എന്തോ കടിച്ചതാണ് അവിടെ നിന്നപ്പോൾ. അങ്ങോട്ട് പോയപ്പോൾ ഇൻട്രോയിട്ട് നിങ്ങൾ നോക്കിയത് കാണത്തില്ല, തിരിച്ചൊന്നപ്പോൾ കിട്ടിയതാണ് എനിക്കിത്. അപ്പോൾ ഇങ്ങനെ ഓറഞ്ചൊക്കെ കഴിച്ചില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. ഫ്രഷ് സാധനം, നല്ല മധുരം. ചാമ്പയ്ക്ക് കഴിച്ചില്ലേ? മധുരമുണ്ടോ? അടിപൊളി. അപ്പോൾ ഇനിയും കാണാനുണ്ട് കുറച്ച്. ഇപ്പോൾ കണ്ടത് ട്രെയിലറാണ്. കഥപ്പടം ഇനിയുണ്ട് വേറെ. ഏറ്റവും മുകളിലോട്ടൊക്കെ പോയാൽ പിന്നെ ഒരുപാട് പൂക്കളും കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു ദിവസം പോവാം. അതെന്തായാലും ഒരുപാട് നമ്മൾ നടന്ന് കവർ ചെയ്യണ്ട. അപ്പോൾ സമയം ഇപ്പോൾ ചോറ് കഴിക്കാനായി ഉച്ചയായി. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ കുറച്ച് കണ്ടിട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ അത് ഇനി ദിവസം പോലെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.